ഹായ് ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ കുഞ്ഞ് അടുക്കളത്തോട്ടാണ് കേട്ടോ. മത്തൻ്റെ തൈ ഇതാ പടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഏട്ടൻ ചക്ക പറിക്കുമ്പം മേലെ നിന്ന് മൂത്ത ചക്ക പറിക്കുമ്പോൾ അതിൻ്റെ താലത്തിന് മുട്ടിയിട്ട് താലില്ല കുറേ എണ്ണം താലേക്ക് വീണു. കണ്ട മൂക്കാത്ത കുറേ ചക്ക. കുറച്ച് പയർ നട്ടിട്ടുണ്ട്. പയറിൻ്റെ മേലെയും ചക്ക വീണിട്ട് പയറിൻ്റെ തലയെല്ലാം ഒടിഞ്ഞു പോയി. ഞാനിങ്ങനെ എന്തെങ്കിലും സമയം കിട്ടുമ്പം വിത്തുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ട് നട്ടു കൊടുക്കും. ഇതാ പയർ കുറേശ്ശെ ഒന്ന് രണ്ടെണ്ണം പിടിക്കാൻ തുടങ്ങി. വെറുതെ ഇരിക്കുമ്പം ഇതന്നെ എൻ്റെ പണി. ചെടി നടലും പച്ചക്കറിയുടെ വിത്ത് നടലും. ഇത് കണ്ട രാവിലെ തന്നെ മത്തൻ്റെ ഇല കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗാർഡനിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വിചാരിച്ചു ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന്. ഏത് ഇലക്കറി പറിക്കുമ്പോഴും ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ രാവിലെ പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇലക്കറിയെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. പച്ചക്കറി ആയാലും ഇലക്കറി ആയാലും പിന്നെ രാവിലെ പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിൽ കുറച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സൈസ് വാടിയ പോലെ ഉണ്ടാവും. രാവിലെ പറിച്ചിട്ട് കഴുകിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10 മണിയാകുമ്പോൾ അത് അരിഞ്ഞ് നല്ല ഉപ്പേരി വെക്കാം. എനിക്ക് ഈ മത്തനേക്കാളും ഇഷ്ടം മത്തൻ്റെ ഇലയാണ്. നല്ല ടേസ്റ്റാണ് മത്തൻ്റെ ഇല. എല്ലാ ഇലക്കറിയും ഇഷ്ടം തന്നെ. അപ്പം എന്തായാലും വെയിൽ വരുന്നതിനെപ്പെട്ടെല്ലാം പറിക്കണം. അതാണ് അടുക്കളയിലെ പണിയെല്ലാം ബാക്കിയുണ്ട്. അപ്പം രാവിലെ ഇല പറിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അന്നേരം വെള്ളം ഒഴിക്കലും കൂടെ ആയി. വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ഇല പറിക്കാം. ഇലക്കറികളെല്ലാം ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തണം. അപ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമായിട്ട് ഉണ്ടാവും. ഗാർഡനിൽ ചീര ഉണ്ട്, പിന്നെ പച്ചച്ചീര, പിന്നെ പടവലങ്ങ, മുരിങ്ങയിലുണ്ട്, മത്തൻ്റെ ഇലയായി കുമ്പളത്തിൻ്റെ ഇലയുണ്ട്, പയറുണ്ട്. എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടുന്ന എല്ലാ പച്ചക്കറികളും ഞാൻ കുറച്ച് കുറച്ച് നട്ടുണ്ടാക്കും. ഒന്നും കടയിൽ പോയി മേടിക്കുകയേ വേണ്ട. എനിക്ക് തക്കാളിയും കിട്ടും. പിന്നെ വെണ്ടയുണ്ട്. വെണ്ടയും തക്കാളിയെല്ലാം ഒരു പിടുത്തം കഴിഞ്ഞു. അപ്പോൾ അധികം നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലല്ല, വേറൊരു സൈഡിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇതുപോലെ ഒഴിവ് സമയങ്ങളിലെല്ലാം ഇങ്ങനെ എന്തെങ്കിലും നട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാണ്. പിന്നെ നമുക്ക് വിഷമില്ലാതെ പച്ചക്കറിയും കഴിക്കാം. രാവിലെ തന്നെ പറിക്കുമ്പോൾ നല്ല എന്താണെന്ന് പറയുക ഫ്രഷ് ഇല. ഇതൊന്ന് കഴുകിയിട്ട് അവിടെ വെച്ച് വെള്ളം ആറിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുമ്പോൾ അത് അരിഞ്ഞ് ഉപ്പേരി വെക്കാം. ഇന്നത്തേക്കില്ലേ ഉപ്പേരിയുടെ സാധനം റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.